റമദാനിൽ ഭിക്ഷാടനം നടത്തിയ 26 പേരെ പിടികൂടി ദുബായ് പോലീസ്. ഭിക്ഷാടനം തടയാനുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ സംഭാവനകളും സഹായങ്ങളും നൽകാൻ പാടുള്ളൂവെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. റമദാൻ ആദ്യവാരത്തെ കണക്ക് പുറത്തു വരുമ്പോഴാണ് ഭിക്ഷാടനം നടത്തിയ 26 പേർ പിടിയിലായതായി ദുബായ് പോലീസ് വ്യക്തമാക്കുന്നത്. ഭിക്ഷാടനരഹിതമായ സമൂഹം എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിന്റെ ഭാഗമായാണ് അറസ്റ്റ്. നഗരത്തിലെ പോലീസും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റും ക്യാമ്പയിന് പിന്തുണ നൽകുന്നുണ്ട്. റമദാനിൽ ഭിക്ഷാടന മാഫിയ സജീവമാകുന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ ദുബായ് പോലീസ് തീരുമാനിച്ചത്. സംഘടിത ഭിക്ഷാടനം നടത്തുന്നവർക്ക് 6 മാസം വരെ തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയുമായിരിക്കും ശിക്ഷ. അല്ലാതെ ഭിക്ഷാടനം നടത്തുന്നവർ 3 മാസം തടവിന് പുറമെ 5000 ദിർഹം പിഴയൊടുക്കണം. സഹായം ആവശ്യമുള്ളവർ സർക്കാർ അംഗീകൃത ചാരിറ്റി സ്ഥാപനങ്ങളെ സമീപിക്കണം. ഔദ്യോഗിക വഴികളിലൂടെ സക്കാത്തും സംഭാവനയും നൽകാൻ പാടുള്ളൂ എന്നും നിർദ്ദേശമുണ്ട്. എമിറേറ്റ്സ് റെഡ് ക്രസന്റ്, സക്കാത്ത് ഫണ്ട്, ദാറുൽ ബിർ സൊസൈറ്റി, ബൈത്തൽ ഖൈർ സൊസൈറ്റി, ദുബായ് ചാരിറ്റി അസോസിയേഷൻ, ഷാർജ ചാരിറ്റി അസോസിയേഷൻ എന്നിവയാണ് അംഗീകൃത ചാരിറ്റി സ്ഥാപനങ്ങൾ. കഴിഞ്ഞ ദിവസം ആഡംബര കാറുകൾ കേന്ദ്രീകരിച്ച് യാചന നടത്തുന്ന സംഘത്തിലെ ഒരാളെ ദുബായ് പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് 4.5 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.